It is very interesting to connect love with the mathematics. Here we are discussing such a topic, a love poem for lonely prime numbers by Harry Baker. It is a chapter that is included in AEC Science, second sem FIUGP, second sem AEC ഉൾപ്പെട്ട പേപ്പറാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ഫോർ സയൻസ് എന്ന ആ പേപ്പറിൽ ഉൾപ്പെട്ട ഒരു ചാപ്റ്ററാണ് എ ലവ് പോം ഫോർ ലോൺലി പ്രൈം നമ്പേഴ്സ് ആൻഡ് ദിസ് ചാപ്റ്റർ ഈസ് റിട്ടൺ ബൈ Harry Baker. Harry Baker is a famous British writer and artist, and he is mainly known for his humor and blistering wordplay. നർമ്മം അതേപോലെ തന്നെ വേർഡ് പ്ലേ ഇവയൊക്കെ മിക്സ് ചെയ്ത് എഴുതുന്ന ഒരു വ്യക്തിയാണ് ഹാരി ബേക്കർ. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു കവിതയാണ് എ ലവ് പോം ഫോർ ലോൺലി പ്രൈം നമ്പേഴ്സ്. ഹിസ് പോംസ് റിവീൽ തീംസ് ലൈക്ക് ഹോപ്പ്, സെൽഫ് ആക്സെപ്റ്റൻസ്, മാത്സ് എക്സെട്ര. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നമുക്ക് മാത്തമാറ്റിക്സിൻ്റെ ഒരു റെവലേഷൻ കാണാം, അല്ലെങ്കിൽ അതിന് മാത്തമാറ്റിക്കൽ ടേംസ് ഒക്കെ ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ പ്രതീക്ഷ കാണാം, അതേപോലെ സെൽഫ് ആക്സെപ്റ്റൻസ് തുടങ്ങിയവ കാണാൻ സാധിക്കും. ഹിസ് പോംസ് ആർ based on feelings and emotions, and he became popular through his TED Talk series. അദ്ദേഹത്തിൻ്റെ TED Talk സീരീസിലൂടെയാണ് അദ്ദേഹം ഫേമസ് ആകുന്നത്. ദിസ് പോം വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു മോർ ദാൻ 20 ലാംഗ്വേജസ്. ഈ കവിത 20-ലധികം ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ദ പോയറ്റ് ക്രിയേറ്റ്സ് എ ഹാർട്ട് വാർമിംഗ് സ്റ്റോറി ഫ്രം ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമാറ്റിക്കൽ പ്രൈം നമ്പേഴ്സ്. ഇവിടെ ഒരു ഹ്യൂമൻ സ്റ്റോറി എന്ന രീതിയിൽ മാത്സ് ആണ്, മാത്തമാറ്റിക്കൽ നമ്പേഴ്സ് ഉപയോഗിച്ച് ഒരു മനുഷ്യ ജീവിത കഥയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇറ്റ് റിവോൾവ്സ് അറൗണ്ട് എ സിമ്പിൾ ആൻഡ് പോപ്പുലർ ഹ്യൂമൻ കോൺസെപ്റ്റ്. ഒരു മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഇതിനകത്ത്, അതായത് മനുഷ്യന്റെ പ്രേമബന്ധം. ആൻഡ് എ ഗൈ ഫോൾസ് ഇൻ ലവ് വിത്ത് ഹിസ് ബ്യൂട്ടിഫുൾ നെക്സ്റ്റ് ഡോർ നൈബർ and idealizes their relationship together. ഒരു ചെക്കൻ, ഒരു ബോയ്, അവൻ്റെ തൊട്ടടുത്ത വീട്ടിലെ പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാവുന്നു. അങ്ങനെ അവർക്ക് പരസ്പരം ഇഷ്ടമാണ് എന്ന് അവർ തിരിച്ചറിയുന്നു. അങ്ങനെ ആ ഒരു ബന്ധം തുടരുന്നു. ബട്ട് സൂൺ ഹി റിയലൈസസ് ദാറ്റ് ദേ ക്യാൻ നെവർ ബി ടുഗദർ because they are entirely different from each other and she thinks high above him. പെട്ടെന്ന് തന്നെ ഇവര് ഒന്നായി കുറച്ച് കാലം കഴിയുമ്പോൾ തന്നെ, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചെക്കൻ മനസ്സിലാക്കുന്നു. They soon realize that they cannot go forward because they are from entirely different world. പെട്ടെന്ന് തന്നെ അവർക്ക് മനസ്സിലാകുന്നു ഈ ഒരു ബന്ധം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല, കാരണം രണ്ടുപേരും വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ളവരാണ്, രണ്ടുപേരുടെയും ലോകം മറ്റൊന്നാണ്. അതോടൊപ്പം തന്നെ she thinks that she is high above him. അവനേക്കാളിലും വലിയ ആളാണ് താനെന്ന് പെൺകുട്ടി വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് മുന്നോട്ട് പോകില്ല എന്ന് തീരുമാനിക്കുന്നു. ആൻഡ് ദ ബോയ് ഗോട്ട് ഡിസപ്പോയിന്റഡ്, ബട്ട് സൂൺ ഹി ഫൈൻഡ്സ് ഹിസ് ട്രൂ ലവ്, ദാറ്റ് ഈസ് ദ ഗേൾ നെക്സ്റ്റ് ഡോർ ടു ദ നെക്സ്റ്റ് ഡോർ. അങ്ങനെ ഈ പയ്യൻ വളരെ നിരാശനാകുന്നു, അവശകാമുകനായി നടക്കുന്നു. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവൻ മറ്റൊരു ബന്ധം കണ്ടുപിടിക്കുന്നു, അതായത് തൻ്റെ അതിനും അടുത്ത വീട്ടിലുള്ള പെൺകുട്ടി. തൊട്ടടുത്ത വീട്ടിലെ പെൺകുട്ടിയായിരുന്നു ആദ്യം പ്രണയിച്ചത്, ഇപ്പോൾ അതിന് തൊട്ടടുത്തുള്ള വീട്ടിലെ മറ്റൊരു പെൺകുട്ടിയെ പ്രണയിക്കുന്നു. ആൻഡ് ഇവിടെ 59 എന്ന പ്രൈം നമ്പറാണ്. ആദ്യം പ്രണയിച്ച പെൺകുട്ടി 60 ആണ്, പിന്നീട് 61 എന്ന നമ്പർ കണ്ടുപിടിക്കുന്നു. ആൻഡ് ദ മാത്തമാറ്റിക്കൽ ആസ്പെക്ട് ഓഫ് ദ സ്റ്റോറി ഈസ് ദാറ്റ് ദ ബോയ് ഈസ് ദ നമ്പർ 59 ആൻഡ് ദ ഗേൾസ് ആർ 60 ആൻഡ് 61 റെസ്പെക്റ്റീവ്ലി. ഇതിൽ ചെക്കൻ 59 ആണ്, പെൺകുട്ടികൾ 60 and 61. The poem highlights the unique characteristics of prime numbers and draws parallel between their isolation and human experience. ഇവിടെ പ്രൈം നമ്പേഴ്സ് തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ മനുഷ്യ ജീവിതവുമായിട്ട് ഇത് കണക്ട് ചെയ്യുന്നു. അതായത് മനുഷ്യന്റെ ജീവിതത്തിൽ മിക്കവാറുമുള്ള കുട്ടികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ വിവരിക്കുന്നത് മാത്തമാറ്റിക്കൽ നമ്പേഴ്സ് ഉപയോഗിച്ച്. ആൻഡ് ദ വേക്കിംഗ് അപ്പ് ഓഫ് 59 സീംസ് സ്ട്രേഞ്ച് ആൻഡ് ഹിസ് ഹെയർ ഈസ് മെസ്സി ഓൺ വൺ സൈഡ് ആൻഡ് ഇറ്റ് ഓൾസോ ഷോസ് ദ ഏലിയനേറ്റഡ് നേച്ചർ ഓഫ് ഹ്യൂമൻ ബീങ്സ്. ഇനി ഈ 59 രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അവൻ്റെ മുടിയൊക്കെ ഒരു ഭാഗത്തേക്കാണുള്ളത്, ഒരു വശത്തേക്കാണുള്ളത്.
അത് തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഹി വേക്കപ്പ് ഫ്രം ദി റോങ് സൈഡ്. നമ്മൾ പറയാറുണ്ട് ലെഫ്റ്റ് സൈഡ് വഴി എഴുന്നേൽക്കുന്ന സമയത്ത് അത് നെഗറ്റീവ് എനർജിയാണ്. റൈറ്റ് സൈഡ് ഉപയോഗിച്ചാണ് നമ്മൾ രാവിലെ കിടക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ വലതുവശത്തുകൂടി എഴുന്നേൽക്കണം എന്ന് പറയും, വലതുവശം ചരിഞ്ഞ് എഴുന്നേൽക്കണം, അത് പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ അതേപോലെ ഇവിടെ പറയുന്നു ഇത് റോങ് സൈഡിലാണ് അവൻ എഴുന്നേറ്റത്, കാരണം അവൻ്റെ മുടിയൊക്കെ ഒരു കോലത്തിലാണുള്ളത്. ആൻഡ് ഇറ്റ് ഷോസ് ദി ഏലിയനേറ്റഡ് നേച്ചർ ഓഫ് ഹ്യൂമൻ ബീങ്സ്. ആ ഒരു അലങ്കോലപ്പെട്ട അവസ്ഥ കാണിക്കുന്നത് മനുഷ്യന്റെ ഏലിയനേറ്റഡ് നേച്ചറാണ്, ഒറ്റപ്പെട്ട അവസ്ഥ, മറ്റുള്ളവരിൽ നിന്നും അകന്നു നിൽക്കുന്ന അവസ്ഥ. അങ്ങനെയുള്ള സമയത്താണ് ഈ ഒരു എന്തെങ്കിലും ഒരു കോലത്തിൽ കാണപ്പെടുക. അതായത് മറ്റുള്ളവരുമായിട്ട് നല്ല ബന്ധത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ആ ഒരു സൗഹൃദ വലയമുണ്ട് എങ്കിൽ കുറച്ച് വൃത്തിയും മെനയൊക്കെ ഉണ്ടാവും എന്ന് പറയും. അതല്ലെങ്കിൽ ആ ഒരു വൃത്തിയിൽ മുടിയൊക്കെ ചീകിയിട്ട് അല്ല, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലല്ല ഇവനുള്ളത്. ഉറങ്ങി എണ്ണിക്കുമ്പോൾ തന്നെ ഒരു കോലത്തിലാണ്. ഹി സീസ് 60 ത്രൂ ദ വിൻഡോ ആൻഡ് ബിഗിൻസ് ടു ലവ് ഹർ. അങ്ങനെ അവൻ രാവിലെ എഴുന്നേൽക്കുന്നു, ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് 60യെ കാണുന്നു. തൊട്ടടുത്ത വീട്ടിലാണെന്ന് പറഞ്ഞു ആ പെൺകുട്ടി, അവളെ കാണുന്നു. ആൻഡ് ബിഗിൻസ് ടു ലവ് ഹർ. അവളെ കണ്ടു ഒറ്റ മാത്രയിൽ തന്നെ, ആദ്യ കാഴ്ചയിൽ തന്നെ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ ആണല്ലോ. അപ്പോൾ ആദ്യ കാഴ്ചയിൽ തന്നെ അവളെ ഇഷ്ടമായി. ആൻഡ് ഷീ ഈസ് എ പ്രെറ്റി ഗേൾ ലുക്കിംഗ് വെരി നൈസ്, കാം ആൻഡ് ക്വയറ്റ്. ഇഷ്ടപ്പെടാൻ കാരണമുണ്ട്, നല്ല പെൺകുട്ടിയാണ്, നല്ല രസമുള്ള കുട്ടി, വളരെ സുന്ദരിയായിട്ട് കാണപ്പെടുന്നു, വളരെ കാം ആൻഡ് ക്വയറ്റ് ആണ്, ഇഷ്ടപ്പെട്ടു. ആൻഡ് ഹി വിഷസ് ടു ടെൽ ഹർ ഓഫ് ഹർ ഫേവറേറ്റ് ഫ്ലവർ ആൻഡ് ബിഗിൻസ് ടു തിങ്ക് ഓഫ് ഹർ. അവന് അവളെ കണ്ടുടനെ തന്നെ അവളുടെ ഇഷ്ടപ്പെട്ട ഫ്ലവർ, അതിൻ്റെ കളർ ഏതാണ്, ആ ഫ്ലവർ ഏതാണെന്നൊക്കെ പറയണം തോന്നി. അതോടൊപ്പം തന്നെ ഹി ബിഗിൻസ് ടു തിങ്ക് ഓഫ് ഹർ ഈച്ച് മൊമെന്റ്, ഈച്ച് സെക്കൻഡ് ആൻഡ് ഈച്ച് അവർ. ഓരോ മണിക്കൂറും, ഓരോ നിമിഷവും, ഓരോ സെക്കൻഡിലും അവളെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ആൻഡ് he soon realizes that they cannot unite together as she is controlled by her stupid mother. പെട്ടെന്ന് തന്നെ അവന് മനസ്സിലായി അവളെ അല്ലെങ്കിൽ അവളുമായിട്ടുള്ള ബന്ധം തുടരാൻ കഴിയില്ല, കാരണം ഷീ ഈസ് കൺട്രോൾഡ് ബൈ ഹർ സ്റ്റുപ്പിഡ് മദർ. അവളുടെ അമ്മ അവളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ആ ഒരു കൺട്രോളിലാണ് അവളുള്ളത്. അതുകൊണ്ട് അവളുമായിട്ടുള്ള ബന്ധം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് 59 അല്ലെങ്കിൽ ആ ചെക്കൻ മനസ്സിലാക്കുന്നു. And after feeling sad about it for 2 months, he meets 61, who is the girl next to the next door. 2 മാസം അങ്ങനെ നിരാശാകാമുകൻ, അവശകാമുകനെ പോലെ ചെലവഴിച്ചു. അതിനുശേഷം പിന്നീട് 61നെ കണ്ടുമുട്ടുന്നു, തൊട്ടപ്പുറത്തെ വീട്ടിലെ ആ പെൺകുട്ടിയുടെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ പെൺകുട്ടി. ആൻഡ് ഷീ ലവ്സ് ഹിം ആൻഡ് ഹാവ് എ സോഫ്റ്റ് വോയിസ് ആൻഡ് പൊളൈറ്റ് മാനർ. നമ്മളുടെ 60യെ പോലെ തന്നെയാണ് 61ഉം, വളരെ അതിനേക്കാൾ കുറച്ചും കൂടി സുന്ദരിയാണ്. അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് വോയിസ് ആണ്, അതേപോലെ തന്നെ കണ്ണിൽ നോക്കി സംസാരിക്കും, അതായത് വളരെ പൊളൈറ്റ് ആണ്, നല്ല മാന്യമായിട്ടുള്ള നല്ല കുട്ടി. ആൻഡ് ഷീ അഷ്യൂർസ് ഹിം ദാറ്റ് ദേ ആർ വെരി സ്പെഷ്യൽ ആൻഡ് റിയലൈസ് ദെയർ ലവ്. അവൾ അവനോട് പറഞ്ഞു നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളവരാണ്, നമ്മൾ ഒന്നിക്കേണ്ടവരാണ്, അതേപോലെ തന്നെ നമ്മൾ ട്രൂ ലവേഴ്സ് ആണെന്നൊക്കെ അവർ പരസ്പരം പറഞ്ഞു. ആൻഡ് ഷീ ആസ്ക്സ് ഹിം ഓഫ് ഹിസ് നെയിം ആൻഡ് അഗ്രീസ് ടു ഹാവ് എ കാഷ്വൽ മീറ്റിംഗ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പേരൊക്കെ ചോദിച്ചു. അങ്ങനെ ഒരു കാഷ്വൽ മീറ്റിങ്ങിന് അവർ റെഡിയായി. ആൻഡ് ദേ അണ്ടർസ്റ്റാൻഡ് ദെയർ ക്രഷ് ആൻഡ് എക്സ്പ്രസ് ദെയർ ട്രൂ ലവ്. അങ്ങനെ അവർ അവരുടെ യഥാർത്ഥ പ്രണയം മനസ്സിലാക്കുന്നു. അങ്ങനെ അവർ ആ ഒരു പ്രണയത്തിലേക്ക് മുന്നോട്ട് പോകുന്നു. ആൻഡ് ഹിയർ ദ പോം ഹൈലൈറ്റ്സ് തീംസ് ഓഫ് ലോൺലിനെസ് ആൻഡ് കണക്ഷൻ. ഇവിടെ മാത്തമാറ്റിക്കൽ നമ്പേഴ്സ് ഉപയോഗിച്ച് മനുഷ്യന്റെ ജീവിതമാണ് ഇവിടെ കണക്ട് ചെയ്തത്. അതേപോലെ തന്നെ മനുഷ്യന്റെ ജീവിതത്തിലെ ലോൺലിനെസ്, ഒറ്റപ്പെടലും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ 59 അതേപോലെ 61 എന്ന് പറയുന്ന പ്രൈം നമ്പേഴ്സ്, അതേപോലെ അതിനിടയ്ക്ക് വരുന്ന 60 എന്ന് പറയുന്നത് ഈവൻ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സും ഒക്കെ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതേപോലെ 59, 61 അവർ തമ്മിലാണ് ചേരുന്നത് എന്നും ആ ഒരു ചേർച്ചയിൽ 60ക്ക് യാതൊരു സ്ഥാനവുമില്ല എന്നും മനസ്സിലാക്കുന്നു. ഇവിടെയും മനുഷ്യന്റെ അവസ്ഥ കണക്ട് ചെയ്യാൻ സാധിക്കും. അതേപോലെ ഒരു ആൺകുട്ടി മറ്റൊരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലായി, അത് ചീറ്റിപ്പോയി എന്ന് പറയാം. അങ്ങനെ ചീറ്റിപ്പോകുന്ന സമയത്ത് മറ്റൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് ആ വിവാഹത്തിൽ, അത് ആ ഒരു പ്രണയം വിവാഹത്തിലെത്തുന്ന ആ മനുഷ്യ ജീവിതം നമുക്കിവിടെ കണക്ട് ചെയ്യാം. ഇതിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ആണ്. പിന്നീട് ചോദിക്കാവുന്നത് ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് എ ലവ് ഫോം ഫോർ ലോൺലി പ്രൈം നമ്പേഴ്സ് എന്ന ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്. അതേപോലെ തന്നെ ക്യാരക്ടർ സ്കെച്ച് ഓഫ് 59, 60, 61 ആ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം.
അതേപോലെ തന്നെ ദ റിലേഷൻ ബിറ്റ്വീൻ 59 ആൻഡ് 61 അവർ തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ഹൗ ദേ റിയലൈസ് ദെയർ ട്രൂ ലവ്, ഇതൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.